വെൽക്കം ഗൈസ്, ഞങ്ങളുടെ കൊൽക്കത്ത ട്രിപ്പിൻ്റെ പാർട്ട് 2 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ട് എവിടേക്കാണ്? കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തമായ സയൻസ് സിറ്റി കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് മഹേഷ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. സയൻസ് സിറ്റിയുടെ എൻട്രൻസിൽ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ബേസിക് എൻട്രൻസ് ചാർജ് എന്ന് പറയുന്നത് 70 രൂപയാണ് ഒരാൾക്ക്. പിന്നെ ഓരോ ഷോസും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓരോ 3D ഷോസ്, അങ്ങനെ ടൈം മെഷീൻ, അങ്ങനെ ഒരുപാട് ഷോസ് ഉണ്ട്. ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ടും ഇത് കണ്ടു തീർക്കാൻ പോരാതെ വരും. ശരിക്കും ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള എക്സ്പെരിമെന്റ് നമുക്ക് കാണാനും അനുഭവിക്കാനുള്ളതുണ്ട്. അതെ, ഞങ്ങളൊരു ഷോയിൽ ഇതിൽ കയറി. ഞങ്ങൾക്ക് സമയം വളരെ കുറവായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 1:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരി ഇന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് 2:30 ഷോക്കുള്ള ഒരു ടിക്കറ്റ്, ഒരു അരമണിക്കൂറിന്റെ ഷോ. അത് നമ്മുടെ ISROന്റെ ഇതിലാണ്. പക്ഷെ അത് നാസ ഒരു 1963 മറ്റോ വിട്ടുണ്ടായിരുന്ന ഒരു വോയേജർ 2ന്റെ അതിന്റെ സ്റ്റോറിയാണ്. അത് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 3D അരമണിക്കൂറിന്റെ ഷോ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഷോയ്ക്ക് മാത്രം 120 രൂപയാണ്. പിന്നെ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് അങ്ങനെ 350 രൂപ, അങ്ങനെ ഒരുപാട് പാക്കേജസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കൊള്ളാം, ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ കാണാം. ശരിക്കും ഒരു ദിവസം മുഴുവനായിട്ട് കറങ്ങാനുള്ള സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് കൂടാതെ ചെറിയ ചെറിയ കാഴ്ചകളായിട്ട് ഇപ്പം ഇത് ഇൻഫിനിറ്റി വെല്ലാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഴം എത്രത്തോളം ഉണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ആ രീതിയിലാണ് സയൻറ്റിഫിക് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു പുക എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് അറിയില്ല. ശാസ്ത്രമൊന്നും നമുക്കറിയില്ല, നമുക്കതിനധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാനൊന്നും നമ്മൾ നിന്നില്ല. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതാണ് ടൈം മെഷീൻ. ഇതിലൊക്കെ നമുക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട്. ടൈമിംഗ് മെഷീൻ എന്താണ് സംഭവിക്കുന്നത്? ടൈം മെഷീൻ അത് നമുക്കറിയില്ലല്ലോ. ഞാൻ നോക്കിയില്ല. നീ നോക്കിയിരുന്നോ? പിന്നെ ഞാൻ നോക്കിയില്ല. അത് എനിക്കത് കണ്ടപ്പോ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. അത് വായും വിളിച്ച് ഞങ്ങളവിടെ നോക്കിയിരുന്നു കുറച്ച് നേരം. പിന്നെ ഇതൊക്കെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് ഇത്രത്തോളം കാണാണ്ടായിരുന്നു മനസ്സിലാവുന്നത്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ ചെലവിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഹെഡ് ചെയ്യാൻ പോണത് വിക്ടോറിയ മെമ്മോറിയൽ കാണാനാട്ടോ. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. വിക്ടോറിയ മെമ്മോറിയൽ പൂർണ്ണമായിട്ടും മാർബിളില് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. 1906 പണി തുടങ്ങിയിട്ട് 1921 അതിന്റെ പണി അവസാനിച്ചത് തന്നെ. ക്യൂൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി നിർമ്മിച്ചതാണ് ഈ മോനുമെന്റ്. 64 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നിർമ്മിച്ചിട്ടുള്ളത്, സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത്. ഒരു രാത്രി ഒരു ഈവനിങ് വൈബൊക്കെ അടിപൊളിയാണ് ഇവിടെ. ഞങ്ങളൊരു 2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. ലൈറ്റിംഗ് ഒക്കെ ആ സമയത്ത് ഓൺ ചെയ്തപ്പോൾ അതിലും മനോഹരമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പ്രിൻസപ്പ് ഘട്ട് പോയത്. അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അവിടേക്ക് പ്രിൻസപ്പ് ഘട്ട് കാണാൻ പോയി. അത് ഗംഗാ തീരത്തുള്ള ചെറിയൊരു അന്നത്തെ ഒരു എഞ്ചിനീയറുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിതിട്ടുള്ള ഒരു മോനുമെൻ്റാണിത്. ഇത് അത്ര വലിയ സംഭവം എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്, ഒരു ഹിസ്റ്ററി, ഓർമ്മകൾ, കുറെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ്. അതെ. അങ്ങനെ പിന്നെ അതൊരു ഗംഗാ റിവറിന്റെ തീരത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് നേരെ പോയത് നമ്മുടെ അതിന്റെ പേര് കിട്ടുന്നില്ലേ, ഹൗറ ടവർ കാണാൻ പോയതാണ്. ഹൗറ ബ്രിഡ്ജ് കാണാൻ പോണതിന്റെ ഇടയില് ഒരു ബസ് സ്റ്റാൻഡാണിത്. എൻ്റെ പൊന്നു, ഇന്ത്യയിലേക്ക് എവിടത്തേക്ക് ഇവിടുന്ന് ബസ് ഉണ്ട്. റാഞ്ചി, അവിടെ ഇവിടെ പുരി, എല്ലായിടത്തേക്കും ഇവിടുന്ന് ബസ് ഉണ്ട്. ബസ്സിന്റെ 2 നിലയ്ക്ക് മുകളിലാണ് ലഗേജ് കയറ്റിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് വടാപ്പാവ് കഴിക്കാൻ കയറി. വടാപ്പാവല്ല, പാവ് ബജി അത്ര ടേസ്റ്റ് ഇല്ല ചേട്ടാ. ഇവിടെ നമ്മുടെ ഇതിൽ നല്ല പാവ് ബജി നമുക്ക് വിശാഖപട്ടണത്ത് കിട്ടും.
എന്നാലും അവിടെ പോയിട്ട് പിന്നെ കഴിക്കാതിരിക്കണത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആകെ 2 പ്ലേറ്റ് അല്ലേ വാങ്ങിയത്. നമ്മൾ 2 പ്ലേറ്റ് വാങ്ങിയുള്ളൂ. ഞങ്ങൾ രണ്ടല്ല 3 പ്ലേറ്റ് വാങ്ങി. അവർക്കൊരു പ്ലേറ്റ് കൊടുത്തു, നമ്മൾ 4 പേര് 2 പ്ലേറ്റ് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഗംഗാ തീരത്ത് വന്നിറങ്ങി. അപ്പോൾ അവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള കുറേ ബോട്ടുകൾ കാര്യങ്ങൾ, കുറേ കപ്പിൾസൊക്കെ വന്നിരിക്കണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ കപ്പിൾസ് ബോട്ട് എടുത്ത് കറങ്ങാൻ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ബോട്ടിലൊന്നും കയറിയിട്ട് അത്ര വലിയ, അത് ഈ രാത്രിയിൽ, അതെ, കപ്പലിൽ പോകണം, നമുക്ക് ബോട്ട് ശരി മതിയാവില്ല. അത് കാരണം നമ്മൾ ബോട്ടൊന്നും എടുത്തില്ല. പിന്നെ അവിടെ കുറച്ച് നേരം കണ്ട് കറങ്ങി, അവിടെ നിന്നിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ബംഗാളി എന്ന് പറയണതിന് ശരിയല്ല കേട്ടോ അങ്ങനെ പറയണത്. ബംഗാള് പഴയ ബംഗാളൊന്നുമല്ല, ബംഗാളൊക്കെ ഒരുപാട് മാറി. അവിടുത്തെ ആൾക്കാർ ഒരു മാറ്റമുണ്ട്. പക്ഷെ ദീദിയുടെ ഒരു പിടിച്ചുപറി സെറ്റപ്പ് ഉണ്ട്. നമ്മൾ വണ്ടി നോ പാർക്കിങ്ങിൽ കൊണ്ടിട്ടാലും ദീദിയുടെ ആൾക്കാരുണ്ടാവും. ദീദിയുടെ ആൾക്കാർക്ക് ഒരു 30 രൂപ കൊടുത്താൽ അവർ നോക്കിക്കോളും കാര്യം. 100 രൂപ വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നിന്ന് വേറെ എന്തായാലും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും മ്യൂസിയം പോകണമെന്ന് വിചാരിച്ചിരുന്നു. മ്യൂസിയം അവധിയായിരുന്നു. ഹൗറ ബ്രിഡ്ജ് എത്തി. ഹൗറ ബ്രിഡ്ജ് ഒരു എന്താ പറയുക, എഞ്ചിനീയറിങ് വിസ്മയാട്ടോ അന്നത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലേ. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പണി, എത്ര ടൺ സ്റ്റീൽ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും അന്നത്തെ കാലത്ത്. ഇതുപോലൊരു ബ്രിഡ്ജ് പണിയാന്ന് പറയണത് ഭയങ്കര തന്നെ. ഇത് ഏത് വർഷത്തിലെ കമ്മീഷൻ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല, 1000 എത്ര എനിക്ക് ഓർമ്മയില്ല. ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതെ അതെ, ഞാനൊരു 4 വർഷം മുൻപ് വന്നിരുന്നു ഇവിടെ. പക്ഷെ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറിയിട്ടാ. വളരെ ക്ലീനിങ്, കച്ചറയുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി അന്നത്തെക്കാളും ഒരുപാട് ക്ലീനായിട്ടുണ്ട് കൊൽക്കത്ത. ഈ പാലത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ താഴത്ത് ഫില്ലേഴ്സ് ഒന്നും ഇല്ല. മുകളിൽ തന്നെ റോപ്പ് വഴി ഈ പാലത്തിന്റെ റോപ്പല്ല, ഫുൾ സ്റ്റീല് ടോപ്പില് ട്രയാങ്കിൾ ആകൃതിയിൽ ഫുൾ സ്റ്റീലാണ് റോപ്പ് വഴി ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ അടിപൊളി, നല്ല വ്യൂ ആണ്. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഓർമ്മ വന്നു. സെയിം കളർ പാറ്റേൺ അല്ല ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് ഇവിടുന്നാണ് ശരിക്കും നമുക്ക് വണ്ടി ഉണ്ടായിരുന്നത്. പക്ഷെ ആ വണ്ടി നമുക്ക് ടിക്കറ്റ് അതിൽ കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മൾ ബായിര അവിടേക്ക് തിരിച്ചു പോവാണ് ഇന്ന് രാത്രി. കാഞ്ചിറപ്പാറയിലേക്കുള്ള ട്രിപ്പ് 1 ഡേ ഫുൾ ജേർണി ചെയ്ത് നമ്മൾ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് കാഞ്ചിറപ്പാറയിലേക്ക് ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ റോഡിലൊക്കെ പല രീതിയിലുള്ള ഉത്സവങ്ങളും ഗാനമേളകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിഷ്വൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണ്. നല്ലൊരു രീതിയിലുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ള അടിപൊളിയായിരുന്നു. അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഗാനമേളയായിരുന്നു. അവിടെ കുറച്ച് നേരം നിർത്തി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് ഞങ്ങൾ ലോക്കൽസിലെ പൾസർ ചെയ്യാനാണ് മെയിനായിട്ട്. അപ്പൊ അത് കാരണം നമ്മൾ വില്ലേജ് തിരഞ്ഞെടുത്തത്. അതിലുപരി വന്ന സ്ഥിതിക്ക് സിറ്റി ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എന്നത്തെയും പോലെ നല്ല ഉരുളക്കിഴങ്ങ് ഇട്ട താറാവ് മുട്ടക്കറിയും ചപ്പാത്തിയും ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ പാർട്ട് 3 വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക. താങ്ക് യു.